നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിരോധ രംഗങ്ങളിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി ജപ്പാനിൽ നിന്ന് 10 ലക്ഷം കോടി രൂപയുടെ വമ്പൻ നിക്ഷേപം ഇന്ത്യയിലെത്തിക്കാനുള്ള ചരിത്രപരമായ സഹകരണത്തിന് ഇന്ന് ധാരണയായി. ന്യൂദില്ലിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനൈ ടകാച്ചിയും തമ്മിൽ നടത്തിയ നിർണായക ചർച്ചകളിലാണ് ഈ വിപ്ലവകരമായ തീരുമാനമുണ്ടായത്. വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ജാപ്പനീസ് കമ്പനികളുടെ എണ്ണം നിലവിലുള്ളതിന്റെ ഇരട്ടിയാക്കാനും ഇരു നേതാക്കളും സംയുക്തമായി തീരുമാനിച്ചു. എന്തൊക്കെ പറഞ്ഞാലും മോദി രാജിവെക്കണം. ഒരു നിമിഷത്തേക്ക് ഞാൻ പപ്പു വൈബിലേക്ക് പോയി. ബംഗളൂരു ISRO ആസ്ഥാനത്ത് ബോംബ് ഭീഷണി. ഇമെയിലിലൂടെയാണ് ഭീഷണി സന്ദേശം എത്തിയത്. ജീവനക്കാരെ ഓഫീസുകളിൽ നിന്ന് ഒഴിപ്പിച്ച് പരിശോധന നടത്തി വരികയാണ്. പ്രദേശത്ത് അതീവ ജാഗ്രതയാണ്. ഉച്ചയോടുകൂടിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ആസ്ഥാനത്ത് ബോംബ് വച്ചിട്ടുണ്ട് എന്നും സ്ഥാപനം തകർക്കുമെന്നും പറഞ്ഞുകൊണ്ടുള്ള മെയിൽ സന്ദേശമാണ് എത്തിയത്. ഉടൻ തന്നെ പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി വരികയാണ്. ഇത് വ്യാജ സന്ദേശമാണോ എന്നതിൽ പോലീസിന് സംശയമുണ്ട്. സന്ദേശം വ്യാജമാണെങ്കിലും അല്ലെങ്കിലും അന്വേഷണം കേരളത്തിലേക്ക് നീളുമായിരിക്കും. ബംഗളൂരുവിലെ IT കമ്പനി ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഡേ കെയറിൽ കുഞ്ഞുങ്ങൾ നേരിട്ടത് അമ്പരിപ്പിക്കുന്ന ക്രൂരത. സംഭവത്തിൽ ഡേ കെയറിലെ 5 ജീവനക്കാരികൾക്കെതിരെ കേസെടുത്തു. ഡേ കെയറിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഇവരുടെ ക്രൂരത പുറത്തറിഞ്ഞത്. നഗരത്തിലെ ബ്രൂക്ക് ഫീൽഡ് പ്രദേശത്താണ് ഈ സംഭവം. ഇവിടെയാണ് IT കമ്പനിയിലെ ജീവനക്കാർ അവരുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ശേഷം ജോലിക്ക് പോകുന്നത്. 2-3 വയസ്സിനിടയിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ദുരനുഭവം ഉണ്ടായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ഡേ കെയറിൽ നടക്കുന്ന സംഭവങ്ങളുടെ വീഡിയോ വാട്സാപ്പിൽ പ്രചരിച്ചത്. തുടർന്ന് ഇക്കാര്യം ചൈൽഡ് ലൈനിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസ് ഉടനടി നടപടി സ്വീകരിക്കുകയും ചെയ്തു. ആയമാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്താ ISISO താലിബാൻ നടത്തുന്ന ഡേ കെയർ ആണോ? പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്തിരുന്ന 125 വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ സിഖ് ആരാധനാലയം തകർക്കപ്പെട്ടു. പ്രാദേശിക വ്യവസായിയും ഭൂമാഫിയും ചേർന്നാണ് ചരിത്ര പ്രസിദ്ധമായ ഈ ആരാധനാലയം ഇടിച്ചു നിരത്തിയത്. ഗുരുദ്വാര ശ്രീ ഗുരു സിംഗ് സഭ സാഹിബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സിഖ് ആരാധനാലയം സിഖ് മതവിശ്വാസികളുടെ സാംസ്കാരികവും മതപരവുമായ പുനരുജ്ജീവനത്തിന് കാരണമായ സിംഗ് സഭ പ്രസ്ഥാനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ആരാധനാലയം തകർത്ത നടപടിയെ ഇന്ത്യ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. സിഖ് ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആസൂത്രിതമായ ആക്രമണമാണ് ഇതെന്നാണ് ഈ സംഭവത്തെ ഇന്ത്യ വിശേഷിപ്പിച്ചത്. പക്ഷേ പാകിസ്ഥാൻ ഇതൊക്കെ ഞങ്ങളുടെ ദിനചര്യ ആണെന്നായിരിക്കും പ്രതികരിക്കുക. ചൈനയുടെ നവീകരണ ശൃംഖലയെയും ആഗോള സ്വാധീനത്തെയും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഏക രാജ്യം ഇന്ത്യയാണെന്ന് US റിപ്പബ്ലിക്കൻ സെനറ്റർ സ്റ്റീവ് ഡെയ്ൻസ് വാഷിംഗ്ടണിൽ നടന്ന US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറം ലീഡർഷിപ്പ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചങ്കിലെ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് സഖാക്കൾ. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ഉടനടി പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച PM റാഹത്ത് പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമായി. വാഹനാപകടങ്ങളിൽ പെടുന്നവർക്ക് 1.5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ആശുപത്രികളിൽ 7 ദിവസം വരെ ചികിത്സ ലഭ്യമാകും. 1 ലക്ഷം രൂപയുടെ സഹായം പര്യാപ്തമല്ല എന്നും തുക വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് LDF സർക്കാർ പദ്ധതി നടപ്പാക്കാതെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. വാഹനാപകടമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസും ആശുപത്രി അധികൃതരും റിപ്പോർട്ട് നൽകിയാൽ തുക ലഭ്യമാകും. ഉപാധികൾ ഒന്നുമില്ലാതെയാണ് കേന്ദ്രം ചികിത്സാ സഹായം ലഭ്യമാക്കുക. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രി K മുരളീധരൻ നിർവഹിക്കുമെന്ന് മന്ത്രി CP ജോൺ നിയമസഭയെ അറിയിച്ചു. റാഹത്ത് എന്ന പേര് കേട്ടപ്പോൾ ഞമ്മന്റെ പദ്ധതിയാണെന്ന് ഉറപ്പിച്ച് അതാ ശ്രീയിലല്ലോ പടച്ചോൻ കാത്ത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള പരമ്പരാഗത കേരളീയ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ക്ഷേത്ര ഭരണസമിതി. ഇക്കാര്യം കേരള ഹൈക്കോടതിയെ അറിയിച്ചു. ഇതോടെ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ചുരിദാർ അനുവദിക്കണമെന്ന അന്നത്തെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവിനെതിരെ നൽകിയ കേസ് തീർപ്പാക്കി. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവിനെതിരെ കേരള ബ്രാഹ്മണ സഭയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് P. വെങ്കിട്ടരാമ അയ്യർക്ക് വേണ്ടി അഡ്വക്കേറ്റ് സുജിനി വെങ്കിടാചലം സമർപ്പിച്ച ഹർജിയാണ് തീർപ്പാക്കിയത് നന്നായി. ഇല്ലെങ്കിൽ ഇന്ന് ചുരിദാർ, നാളെ മിനി സ്കേർട്ട്, മറ്റന്നാൾ സ്വിം സ്യൂട്ട്. അല്ലെങ്കിൽ കോടതി പാടുപെട്ടുപോയനെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ കോൺഗ്രസിനകത്ത് വലിയ ഭിന്നത. N. ശേഷാദ്രിനാഥിന്റെ നിയമന ശുപാർശയ്ക്കെതിരെ രംഗത്തെത്തിയ KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനെ വിമർശിച്ച് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം ക്യാബിനറ്റ് തീരുമാനമാണ്. ശേഷാദ്രിനാഥ് സംഘപരിവാർ അനുകൂലിയാണെങ്കിൽ PM നിയാസ് അത് തെളിയിക്കണം. KM ഷാജി സംഘപരിവാറിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന തരത്തിലാണ് PM നിയാസ് പ്രചരിപ്പിക്കുന്നത്. ഷാജിയെയും മുസ്ലിം ലീഗിനെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയാണെന്നും അൻവർ സാദത്ത് പറഞ്ഞു. പൊട്ടും കുറിയും ഉപയോഗിക്കുന്നത് കണ്ട് ഒരാളെയും സംഘപരിവാർ എന്ന് ചാപ്പ് കൊത്തരുത്. ഉത്തരേന്ത്യയിൽ
താടിയും തൊപ്പിയും വെച്ചവർ മുസ്ലിം തീവ്രവാദികൾ എന്ന് പ്രചരിപ്പിക്കുന്ന പോലെയാണ് PM നിയാസിന്റെ പ്രസ്താവന. മിക്കവാറും തൊപ്പിയും കുറിയും നോക്കി ആളെ തരംതിരിക്കുന്ന ഞമ്മന്റെ പരിപാടി പബ്ലിക്കായി വിളിച്ചു പറഞ്ഞതായിരിക്കും പുള്ളിക്ക് കലിപ്പായത്. സൈജു കുറുപ്പ് നായകനാകുന്ന ഹരിവരാസനം സിനിമാ സെറ്റിലെ മുഴുവൻ പേരും തൂഫാൻ വാരിയേഴ്സായ ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചിത്രാഞ്ജലിയിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ തൂഫാൻ വാരിയേഴ്സ് ആയ ചിത്രത്തിലെ എല്ലാവരെയും അഭിനന്ദിക്കുകയും ചിത്രത്തിലെ നായകനായ സൈജു കുറുപ്പിനും ചിത്രത്തിന്റെ സംവിധായകൻ രാജേഷ് നായർ, നിർമ്മാതാവ് അജിത് വിനായക, ശരത് വിനായക, തിരക്കഥാകൃത്ത് ഡോക്ടർ K. അമ്പാടി, നായിക സിതാര വിജയൻ, ഛായാഗ്രാഹകൻ സജാദ് കക്കു, കലാസംവിധായകൻ രാഖിൽ എന്നിവർ മന്ത്രിയിൽ നിന്ന് തൂഫാൻ വാരിയർ എന്ന ബാഡ്ജും സ്വീകരിച്ചു. ബോധവൽക്കരണമായിരുന്നു ഉദ്ദേശമെങ്കിൽ പ്രത്യേക ശ്രോതാക്കളായ ഷെയ്ൻ നിഗമിനെ മട്ടാഞ്ചേരി ടീംസിനെ കൂടി ക്ഷണിക്കാമായിരുന്നു. ICC പുറത്തിറക്കിയ പുതിയ പുരുഷ T20 ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ ലോക 1-ാം നമ്പർ ബാറ്ററുടെ സ്ഥാനത്തെത്തി. 876 റേറ്റിംഗ് പോയിന്റുമായി ഇഷാൻ സഹതാരം അഭിഷേക് ശർമ്മയെ പിന്തള്ളിയാണ് ഈ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ വർഷം നടന്ന T20 ലോകകപ്പിലെ മിന്നും പ്രകടനമാണ് ഇഷാന്റെ നേട്ടമായത്. ടൂർണമെന്റിൽ ഏകദേശം 200 സ്ട്രൈക്ക് റേറ്റിൽ 317 റൺസ് നേടിയ അദ്ദേഹം പാകിസ്ഥാനെതിരായ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പ്രകടനത്തിലൂടെയും ശ്രദ്ധ നേടിയിരുന്നു. ഏകദേശം ഒരു വർഷത്തോളമായി 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന അഭിഷേക് ശർമ്മയെ പിന്തള്ളിയാണ് ഇഷാൻ കിഷന്റെ ഈ കുതിപ്പ്. നാളെ മുതൽ ഇഷാൻ ഇഷ്ടം പുട്ടും ബീഫും എന്ന കണ്ടശ പ്രസിദ്ധീകരിച്ച് കൊച്ചുമുത്തശ്ശി പത്രം ഇഷാനെ ഒരു വഴിക്കാക്കാതിരുന്ന ഭാഗ്യം. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.